അപ്പോൾ വീണ്ടും കുറച്ച് വിരുന്നുകാർ വന്നപ്പോൾ ഉണ്ടാക്കിയ ഡിഷുകളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ ചീനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫ്രൈഡ് ഐറ്റമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ എഗ്ഗൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്. ഈ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ചിക്കൻ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് മുരിഞ്ഞ് വരും. ഒരുവിധം നല്ല വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബീഫിന് കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പാൽക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പനീർ ഉണ്ടാക്കിയിട്ടുണ്ട് റൊട്ടിയുടെ കൂടെ. അത് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇഡ്ഡലി, എരിവില്ലാത്ത ചട്നി കളർഫുള്ളൊക്കെ ആയിട്ട് വെക്കാം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്പൈസി ആയിട്ടുള്ളത് കഴിക്കില്ലെങ്കിൽ പിന്നെ അത് സാലഡ് തൈര് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്, കുക്കുംബറും ക്യാരറ്റൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ആകെ ടൈഡായിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്തതേ ഉള്ളൂ. എല്ലാ ഐറ്റംസൊന്നും അങ്ങനെ വന്നില്ല, വീഡിയോ ഒന്നും അത്ര നന്നായില്ല. എന്നാലും നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡെസേർട്ടായിട്ട് ഫ്രൂട്ട്സ് കസ്റ്റേർഡ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോമോഗ്രാനേറ്റും ചെറിയൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റിൽ തന്നെ ഒരു ഡെസേർട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ തവണ വിരുന്നുകാർ വന്നപ്പോഴത്തെ ഡിന്നർ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഐഡിയ ഒക്കെ ചെയ്യാവുന്നതാണ്. താങ്ക്